കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന വിഭാഗം യുവാക്കളാണ്. എന്നാൽ തൊഴിൽ തേടി സംസ്ഥാനത്തിന് പുറത്തേക്കും വിദേശത്തേക്കും പോകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിന് തടയിടാൻ കഴിയുന്ന തരത്തിൽ തൊഴിലും സംരംഭകത്വവും നൈപുണ്യ വികസനവും കേന്ദ്രീകരിച്ചുള്ള കൃത്യമായ ഇടപെടലാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് തൊഴിലില്ലായ്മ. പഠനം പൂർത്തിയാക്കിയ ആയിരക്കണക്കിന് യുവാക്കളാണ് ഓരോ വർഷവും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമഗ്ര പദ്ധതികളാണ് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ നിന്ന് യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജി, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് തുടങ്ങി ഭാവി തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകുന്ന പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് യുവാക്കളുടെ പ്രതീക്ഷ. AI പോലുള്ള ഇനീഷ്യേറ്റീവുകൾക്ക് കൂടുതൽ ഫണ്ടിങ് അനുവദിക്കുകയും കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള GPU ക്ലസ്റ്റർ പോലുള്ള കാര്യങ്ങളിൽ ഓപ്പറേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് പോലുള്ള എമർജിംഗ് സിറ്റീസിൽ അതിൻ്റെ ഡെഡിക്കേറ്റഡ് ഹബ്ബുകളും ലാബുകളും കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള AI ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ടപ്പുകളിൽ ഗവൺമെൻറ് ഇക്വിറ്റി എടുക്കുക, അത് ഇൻവെസ്റ്റേഴ്സിനും ഒരു നല്ല സിഗ്നലാണ് കേരളത്തിലേക്ക് സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിലെ ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായം, പലിശരഹിത വായ്പ, ഇൻക്യുബേഷൻ സെന്ററുകളുടെ വ്യാപനം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ യുവാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രഖ്യാപിച്ച പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും യുവാക്കൾ പറയുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഒരു മെയിൻ ഘടകമാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ വളരും തോറുമാണ് കമ്പനികൾക്ക് വരാനുള്ള സാധ്യതകളും വരാം. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ട്വിൻ ടവർ വന്നെങ്കിലും അവിടെ ഇനിയും മെച്ചപ്പെട്ട കമ്പനികൾ ഇനിയും വരുവാണെങ്കിൽ, അതുപോലെ നിലവിലുള്ള കമ്പനീസ് ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സ്പാൻഷൻ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ലൈക്ക് ഒരു 500 എംപ്ലോയീസ് ഉള്ള കമ്പനി അവർ 1000 പേരുകൾക്ക് ആക്കാനുള്ള സ്പേസ് കൊടുക്കുക. അപ്പോൾ അതിന് പുതിയ ബിൽഡിങ്ങുകൾ വരണം, അതിൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണാം. തൊഴിൽ എന്നുള്ള ഒരു കാര്യം മാത്രം ആശ്രയിച്ചിട്ടല്ല പുറത്തേക്ക് പോകുന്നത്. അവിടെ ആ ഒരു സമൂഹം, അവിടെ ഒരു സൊസൈറ്റി എങ്ങനെയാണുള്ളത് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഫോ പാർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ഒരു 7 മണിക്ക് ശേഷം നമ്മളിവിടെ ഒരു ഗതാഗത സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ കൂടേണ്ടതുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ അത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മുന്നിൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്പീഡ് റെയിലായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ സ്പീഡ് റെയിലിൻ്റെ കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യവസായ മേഖലയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവാക്കളെ സജ്ജരാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾക്ക് ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകണം. IT, ടൂറിസം, വ്യവസായം, സേവന മേഖലകൾ എന്നിവയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ പിന്തുണയും ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം. ഇവിടെ തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ബസ് അല്ലെങ്കിൽ കാറ്, അങ്ങനെയുള്ള കണക്ടിവിറ്റി, റോഡ് വികസനം, ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ അടുത്തുള്ള വികസനങ്ങൾ മൊത്തത്തിലുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലും, ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാർക്കിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സമീപമുള്ള ഷോപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സമഗ്ര വികസനമാണ് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ തന്നെ ആളുകൾ നിൽക്കും. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും യുവപ്രതിഭകൾ ഒഴുകിപ്പോകുന്ന ബ്രെയിൻ ഡ്രെയിൻ പ്രതിഭാസം തടയാൻ വൻ പദ്ധതികളും ആദ്യ ബജറ്റിന്റെ ഭാഗമാകുമോ എന്ന ആകാംക്ഷയും ഉയരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ് കേരള എന്ന് പറഞ്ഞിട്ട് മുൻ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായത്. ആ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ജോലിയില്ലായ്മ കൊണ്ട് മാത്രമല്ല പുറത്തു പോകുന്നതിൽ നമുക്കറിയാം. അവിടുത്തെ അതിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ സാലറിയും ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് അവരൊക്കെ പുറത്തു പോകുന്നത്. ഇപ്പോൾ വാഴ 2 സിനിമയിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ പോയിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ഈ സർക്കാർ മുന്നോട്ട് വെച്ച കുറേ ഗ്യാരണ്ടികളുണ്ടല്ലോ, അതിലൊരു പ്രധാനപ്പെട്ട ഗ്യാരണ്ടി ആയിരുന്നു യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശയില്ലാതെ നൽകുമെന്നുള്ളത്. അത് എത്രയും വേഗം നടപ്പാക്കിയാൽ ഈ കഴിവുള്ള യുവാക്കൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് ഒരു കമ്പനി തുടങ്ങി ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കൂടുതൽ തൊഴിലവസരങ്ങളും മികച്ച സംരംഭക അന്തരീക്ഷവും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന യുവാക്കൾക്കായി സർക്കാർ കരുതി വച്ചിരിക്കുന്നത് എന്ത് എന്നാണ് ഇനി അറിയേണ്ടത്. ജോലി തേടി നാടുവിടേണ്ട സാഹചര്യം മാറണം. ആശയങ്ങൾ സംരംഭങ്ങളായി വളരാൻ പിന്തുണ നൽകണം. ഭാവിയിലെ തൊഴിൽ മേഖലയിലേക്ക് യുവാക്കളെ കൂടുതൽ പ്രാപ്തരാക്കുന്ന തരത്തിൽ നൈപുണ്യ പരിശീലനങ്ങൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് യുവാക്കൾക്ക് സർക്കാരിനോട് പറയാൻ. ഇനി ഇതെല്ലാം കാണേണ്ടതും അറിയേണ്ടതും പരിഹരിക്കേണ്ടതും സർക്കാരാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.